കൂടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജി കെച്ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ശിബിരം, അവർ പറയുന്ന എന്താണ് ബൈഠക്ക് എന്ന് BJP പറയുന്ന പോലെ അവരൊരു ക്യാമ്പ് വയനാട്ടിൽ നടത്തി. ചില വളരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നിയത് അവർ ഒരു യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഐക്യതയുടെ ഒരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷെ അവർ നേരിടേണ്ടി വരുന്നത് രണ്ട് കേഡർ പാർട്ടികളെയാണ്. CPM നയിക്കുന്ന LDF-ഉം BJP-യുടെ കേഡറും RSS നയിക്കുന്ന BJP പാർട്ടിയും NDA എന്ന് നാട്ടിൽ പറയുന്നുണ്ട്. NDA വേറെ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. BJP അവരുടെ പണത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് ശക്തിയാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് ഈ അവരുടെ ഈ തദ്ദേശ ഭരണത്തിൻ്റെ വിജയത്തിൽ മറന്നു പോകുന്നു എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. അതായത് ഇപ്പോഴേ പറയുന്നു കടക്കു പുറത്ത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റിന്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് എനിക്ക് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് തോന്നിയത്. താങ്കൾ അതിൻ്റെ ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്താണ് താങ്കളോട് പറയുന്നത്? ഇതിലിപ്പോ താങ്കൾ ഈ പറയുന്ന പോലെ ഇത് കോൺഗ്രസ് തീർച്ചയായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അസംബ്ലിയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെയും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളുടെയും ഫലം തീർച്ചയായും UDF-ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മുൻകൈ നൽകിയിരിക്കുന്നുവെന്ന് CPM-ഉം ഇടതുപക്ഷം പോലും അംഗീകരിക്കാം. അത് അംഗീകരിക്കാതിരിക്കുന്നത് പിന്നെ നമ്മൾ യാഥാർത്ഥ്യം കാണാതിരിക്കുകയാണ്. പിന്നെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. അപ്പോൾ രാഷ്ട്രീയമായും ഇലക്ടറലായും ഒരു മുൻകൈ നേടിയ UDF-ന്റെ അതിന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തന്നെയാണ് കോൺഗ്രസ് ഈ താങ്കൾ പറയുന്ന വയനാട്ടിൽ നടന്ന ശിബിരം എന്നുള്ളത് അല്ല അവരുടെ ക്യാമ്പ് കാണിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങള്. അത് ഏറ്റവും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പോലും സ്വന്തം പാർട്ടിക്ക് വേണ്ടി ഇറക്കാതിരുന്ന ശശി തരൂർ അതിലുണ്ട്. അത് വളരെ വളരെ എനിക്ക് തോന്നുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശശി തരൂര് ഒരു പക്ഷേ കോർപ്പറേഷൻ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായി അവതരിപ്പിച്ചിരുന്നെങ്കിൽ അതിന് കൂടുതൽ സീറ്റുകൾ കിട്ടുമായിരുന്നുവെന്നും BJP-യുടെ വിജയം ഒഴിവാക്കാമെന്നും വിശ്വസിക്കുന്നയാളാണ് ഞാൻ. തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. എന്നാൽ ഇത്തവണ ശശി തരൂർ അതിൽ പങ്കെടുക്കുകയും വെറും ഫോട്ടോ ഓപ്പർച്യൂണിറ്റി, അതായത് ഫോട്ടോ എടുക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടെ സ്ഥിരം കെട്ടിപ്പിടിക്കലും ചിരിയും ബദ്ധശത്രുക്കൾ, അത് കേരളം പരിചിതമാണ്. അവർ മനോരമയിലും മാതൃഭൂമിയിലും ചിരിച്ചുകൊണ്ട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നതിന് ശേഷവും പരസ്പരം പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രവും കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ട്. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചത് ശശി തരൂർ അവിടെ വരികയും ശശി തരൂർ കോൺഗ്രസിന് വേണ്ടി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞത് അത് ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കുകയാണ്. എനിക്ക് സംശയമുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ശശി തരൂരിന്റെ രാഷ്ട്രീയം മോഡി സർക്കാരിന് അനുകൂലമായി അനുദിനം കണ്ടുകൊണ്ടിരിക്കുക. അടിസ്ഥാന കാര്യങ്ങളിൽ തന്റെ നെഹ്റുവിയൻ ഭൂതകാലവും മറ്റും കൈവിട്ട് മോഡിയുടെ ഒരു ശിങ്കിടിയായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ശശി തരൂർ വയനാടിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. താൻ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നു. താൻ പ്രചരണത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അത് കോൺഗ്രസിന് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു പബ്ലിക് പെർസെപ്ഷൻ ആളുകളുടെ കാഴ്ചയിൽ. പിന്നെ 100 സീറ്റ് കിട്ടും, 120 സീറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നത് ഒരുതരം നമ്മളുടെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി നാം മുൻകൈ നേടിക്കഴിഞ്ഞു എന്ന് അത്തരത്തിലുള്ള കണക്കുകൾക്ക് സമയമായിട്ടില്ല. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ചരിത്രം ലോക്സഭയ്ക്കും പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും അല്ലെങ്കിൽ നിയമസഭയൊക്കെ പ്രത്യേകം അതിന്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതേ അളവുകോലിലാണ് കേരള ജനത ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അളക്കാൻ പോകുന്നത് എന്ന് കരുതുന്നതും മൗഢ്യമാണ്. ദേശീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും കേരളത്തിൽ നമ്മുടെ കോവിഡിനെ നമ്മളെ പരിരക്ഷിച്ച പിണറായിക്ക് വേണ്ടി നിയമസഭയിൽ 2ാം വട്ടവും വോട്ട് ചെയ്യുകയും എന്നാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷത്തെ നിഷ്പ്രഭമാക്കുകയും ചെയ്ത ഒരു മലയാളി. ആ മലയാളിയെ പറ്റി നാം അമിത വിശ്വാസത്തിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു,
ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രശ്നമല്ല എന്ന് പറയുന്നത് അമിത വിശ്വാസവും തെരഞ്ഞെടുപ്പ് പ്രചരണവുമാണ്. നമ്മൾ തമ്മിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. വസ്തുതകൾ എന്താണ് എന്ന് താങ്കൾക്ക് ഡൽഹിയിൽ നിന്ന് കാണുന്നത്, ഇപ്പൊ KC വേണുഗോപാൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറഞ്ഞു, ശരി, വളരെ നല്ലത്. എന്നാൽ CPM-നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെയാണോ പോകുന്നത് എന്നുള്ളത് വളരെ നിർണായകമാണ്. സഖാവ് പിണറായി വിജയൻ മത്സരിക്കാതെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നയിക്കുമോ, അതോ മത്സരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നയിക്കുമോ, അതോ അദ്ദേഹം മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമോ അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ പ്രായവും അനുസരിച്ച്? ഇത് മൂന്നും വളരെ നിർണായകമാണ്. അത് പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻനിർത്തിയുള്ള CPM-ന്റെ ഒരു 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 പ്രചരണത്തിന് കോൺഗ്രസിന് തീർച്ചയായും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കേണ്ടി വരും. കാരണം കേരളത്തിലെ വോട്ടർമാർക്ക് കോൺഗ്രസിന്റെ ഐക്യപ്രകടനത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവരാണ്. കരുണാകരൻ, AK ആന്റണി, ഞാൻ പറയുന്നില്ല, ചെറിയാൻ ആ ചരിത്രം അറിയാം. ഇത് സ്വന്തം കാര്യമാണ്, സ്വന്തം പാർട്ടിയുടെ വിജയത്തെക്കാൾ വലുതെന്ന് വിചാരിക്കുന്ന ഒരു നേതൃത്വ നിര കൂടിയുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഒരു മാറ്റമുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ, തെലങ്കാന നോക്കുവാണെങ്കിൽ, അവിടുത്തെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് കാരണമായത് റേവന്ത് റെഡ്ഡി എന്ന ഒരു വളരെ ഊർജ്ജസ്വലനായ, വളരെ കൂടുതൽ പ്രായമില്ലാത്ത ഒരു നേതാവാണ്. പഴയ PCC പ്രസിഡന്റ് ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ സുഹൃത്തിനെ ഒക്കെ മാറ്റി നിർത്തി അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി CM ആക്കുവാണ്. അതായത് കോൺഗ്രസിൽ ഒന്ന് വളരെ ക്ലിയർ ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്. അതായത് നമുക്ക് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഫൈറ്റ്, പൊളിറ്റിക്കൽ ഈ മൂവ്മെന്റ് ആരാണ് കൊണ്ടുപോകുന്നോ അദ്ദേഹത്തിനാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം ഉള്ള പ്രിഫറൻസ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അസാമിലെ ഗൗരവ് ഗോഗയെ മുമ്പ് നിർത്തി ഉള്ള രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി. അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം മേല് നടക്കാൻ പോകുന്ന 4 തിരഞ്ഞെടുപ്പുകൾ, ബംഗാളിൽ അവർക്ക് ഒരു ചാൻസുമില്ല, നാഗാലാൻഡിലില്ല, ഉള്ള ചാൻസ് അസാമിലും കേരളത്തിലും മാത്രമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് പോയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വേറൊരു തിരിച്ചടിയായിട്ട് മാറാൻ സാധ്യതയുള്ള, നാഷണലി ദേശീയമായ തിരിച്ചടിയായി മാറാൻ സാധ്യതയുള്ള ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അത് കേരളത്തിലാണെങ്കിലും ആസാമിലാണ്. ഈ 2 സ്റ്റേറ്റ് അവർക്ക് വിജയിക്കാൻ, അവർക്ക് ഒരു ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആരായിരിക്കും രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ ചോയ്സ്? ആരാണ് താങ്കളുടെ കണക്കിൽ? എനിക്ക് അറിഞ്ഞുകൂടാ, ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ അതിന്റെ പിന്നാപ്പുറങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധി കേരളത്തിൽ മുഖ്യമന്ത്രി പേരെടുത്ത് പറയുന്നില്ല, ഞാനത് പറഞ്ഞേ ഉള്ളൂ. അവിടെ ആരാണ് കോൺഗ്രസിന്റെ മുൻനിര ഫൈറ്റർ, ആരാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ? അദ്ദേഹത്തെ ആയിരിക്കണം രാഹുൽ ഗാന്ധി. അങ്ങനെയാണ് അദ്ദേഹം തെലങ്കാനയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റേവന്ത് റെഡ്ഡി പല സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരും, പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധിയുടെ കൂടെ പൈലറ്റായിരുന്ന, എയർഫോഴ്സ് പൈലറ്റായിരുന്ന ഒരു PCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഉത്തം റെഡ്ഡി. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം പലപ്പോഴും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനല്ല നുറുക്കു വീണത് എന്നുള്ള എനിക്ക് തോന്നുന്നത്. ചെറിയാൻ പറയുന്നത് 100% ശരിയാണ്. അവര് തെലങ്കാനയിൽ എടുത്തത് ഒരു ABVP പാരമ്പര്യമുള്ള RSS പാരമ്പര്യത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന രേവതി റെഡ്ഡിയെയാണ് അവസാനം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയകരമായി അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മൾ പേര് പറയാതിരിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ ചർച്ചയ്ക്ക് നമ്മൾ രണ്ടുപേരും മാധ്യമ പ്രവർത്തകരാണ്. നമ്മൾക്ക് പേര് പറയുന്നത് കൊണ്ട് നമുക്ക് സൗഹൃദം നഷ്ടപ്പെടുന്നത് ഒരു പ്രശ്നമല്ല. എങ്കിലും താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ആരായിരിക്കും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഖാഗ്രയുടെ ഒരു തീരുമാനത്തിൽ കേരളത്തിൽ ഒരാൾ വേണം? അത് എല്ലാവരും ത്രിമൂർത്തികൾ ഭരിക്കും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അസംബ്ലിക്ക് മത്സരിക്കുന്നു, സതീശനും മത്സരിക്കുന്നു, KC വേണുഗോപാലും മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം കലങ്ങി മറിയും. താങ്കൾ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്.
ഞാനിങ്ങനെ അപ്പൊ എന്തായിരിക്കും രമേശ് ചെന്നിത്തല ഗാന്ധി കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള അദ്ദേഹമാണ്. KC വേണുഗോപാൽ ഇപ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ എന്താണ് അവിടുത്തെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഹലോ, മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. പക്ഷേ ഗ്രൗണ്ടിൽ അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞാൽ സതീശനാണ്. അപ്പൊ ഈ 3 പേരില് ആരുടെ നുറുക്കാണ് വീഴാൻ പോകുന്നത് ആ സ്ഥാനത്തിന് വേണ്ടി എന്നുള്ളത് വളരെ നമ്മുടെ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു സംഗതി ആയിരിക്കും. വെച്ചാൽ ഈ 3 പേരും ഒരുപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡിന്റെ കൺസിഡറേഷനിൽ വരുന്ന ആൾക്കാരായിരിക്കും. കാരണം KC വേണുഗോപാലിന് അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് പലരും തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല KC വേണുഗോപാലിന് അപ്പർ ഹാൻഡ് എന്ന് വെച്ചാൽ KC വേണുഗോപാലിനെ ഇന്നത്തെ സിറ്റുവേഷനിലെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഇവിടെയുള്ള കോട്ടറി വളരെ ശക്തമായി പ്രവർത്തിക്കണം അതിനു വേണ്ടി. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം ആയില്ല. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ആളാണ് സതീശൻ എന്നുള്ള കാര്യവും ഹൈക്കമാൻഡിന് റേവന്ത് റെഡ്ഡിയെ കൺസിഡർ ചെയ്യുന്ന, ഗൗരവ് ഗോഗോയെ കൺസിഡർ ചെയ്യുന്ന ഹൈക്കമാൻഡിനെ സതീശനെ മാറ്റി നിർത്താൻ പ്രയാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ചെറിയ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് ഞാൻ അതിന് മനസ്സിലായില്ല. എനിക്ക് എന്താണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിലും ഈ 3 പേരും ഒരുമിച്ച് മത്സരിക്കണമോ? താങ്കൾ ആലോചിച്ച് നോക്കൂ. വേണുഗോപാലും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഏകമുഖമാണ് കോൺഗ്രസിന് കേരളത്തിൽ കൊടുക്കേണ്ടതെങ്കിൽ എന്തിനാണ് ഇവർ 3 പേരും മത്സരിക്കുന്നത്? ത്യാഗം ചെയ്യാനാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ത്യാഗം ചെയ്തുകൂടെ? എന്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു അതാണല്ലോ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രശ്നം. ഈ എല്ലാവർക്കും എല്ലാ വലിയ നേതാക്കന്മാർക്കും ഈഗോ ഉണ്ട്, അവരുടെ ചുറ്റും ആൾക്കാരുണ്ട്, അവരുടെ ചുറ്റും എന്താണ് അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഇതൊക്കെ നിർത്തിക്കൊണ്ടാണല്ലോ കോൺഗ്രസ് പൊളിറ്റിക്സ് മുന്നോട്ട്. അല്ല, ചെറിയാൻ വേറൊരു കാര്യം കൂടി, താങ്കൾ ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ 3 പേർക്കും അപ്പുറത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, അങ്ങനെ ഒരു പഴയ മുഖങ്ങളാണെങ്കിലും ഒരു കോൺഗ്രസിനകത്തും അതിന്റെ വോട്ടർമാരിടയ്ക്കും ഒരു പ്രഭാവം ഉണ്ടാക്കുന്ന വേറൊരു സ്ഥാനാർത്ഥി വന്നുകൂടെ? അത് വരാൻ സാധ്യതയുണ്ട്. ഇത് 3 പേരും ഒരുപോലെ ക്ലെയിം ചെയ്യണമെങ്കിൽ. പക്ഷെ അതിന് ഉത്തരം പറയേണ്ട ആള് ഞാനല്ല, ശ്രീ AK ആന്റണി ആയിരിക്കും. അപ്പൊ അന്നത്തെ ഈ കാര്യത്തിലൊക്കെ കേരളത്തിന്റെ ഹൈക്കമാൻഡ് എപ്പോഴും AK ആന്റണിയാണ്. AK ആന്റണി പറയുകയാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ സുധീരനാണ് നല്ലത്, മുല്ലപ്പള്ളിയാണ് നല്ലത്, അങ്ങനെയുള്ള സിറ്റുവേഷൻ എങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും ഗാന്ധി ഫാമിലിയും താങ്കൾ പറയുന്നത് AK ആന്റണിയുടെ നിലപാട് നിർണായകമായിരിക്കുമെന്നാണ് ചെറിയച്ഛൻ കരുതുന്നത് അല്ലേ? തീർച്ചയായും AK ആന്റണി ജീവിച്ചിടത്തോളം കാലം AK ആന്റണിയുടെ താങ്കൾ കണ്ടതല്ലേ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുന്നത്. രാഹുൽ ഗാന്ധിയെ അതിന് കാരണം രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ടുപോയി MP ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തത് AK ആന്റണി ഒരേ ഒരു സജഷനായിരുന്നു. അതെനിക്ക് വളരെ കൃത്യമായി അറിയാം. എന്നുവെച്ചാൽ അന്ന് ഇടതുപക്ഷം വളരെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന PC ചാക്കയോട് ഞാൻ നേരിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, കേരളത്തിലൊക്കെ പ്രശ്നമാകും. അത് താങ്കൾ പിന്നെ AK ആന്റണിയോട് പറയൂ, AK കൺവിൻസ് ചെയ്യുക, AK ആണ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തേക്കുന്നത് എന്ന് പറയും. ഇന്ന് അതാണ് AK ആന്റണിയുടെ ഒരു മോറൽ ഹോൾഡ് ഗാന്ധി ഫാമിലിയുമായിട്ട്. നമ്മൾ ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ അന്വേഷിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ അടിസ്ഥാനമാണ്. 2, അതിന്റെ ഭൂരിപക്ഷത്തിലും അടിസ്ഥാനമാണ് ഇത്തവണ ചെറിയാൻ. കാരണം നമ്മൾ BJPയെ മറക്കരുത്. ഇത് പഴയ തെരഞ്ഞെടുപ്പ് പോലെ അത്ര സുഖകരമായ ഒരു വിജയമായി രണ്ടായാലും ഇടതുപക്ഷമായാലും UDF കാണരുത്. കാരണം ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത 10-15 സീറ്റുകളിലെങ്കിലും ഉള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഭരിക്കുന്ന കക്ഷിക്കുള്ള ഭൂരിപക്ഷം എത്ര എന്നുള്ളത് നിർണായകമാവും. കാരണം 10-5-10 കുറവോ BJP ഉണ്ട്.
ചെറിയ ഒരു 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 ഭൂരിപക്ഷമാണ് ഭരിക്കാൻ കിട്ടുന്നതെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിന് പുതിയ ചില മാനങ്ങൾ കൂടി നിങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരും. ആർക്കാണ് കോൺഗ്രസിൽ നിന്ന് അതെ അപ്പൊ അത് നമ്മൾ ജനങ്ങളോട് പറയണം. നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ചുമതല ഈ പറയുന്ന പ്രസ്താവനകൾ ആവർത്തിക്കലല്ലോ. അവർ പറഞ്ഞു ഇത് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു PR വർക്ക് പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പറയേണ്ടത് ഇത് മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. BJPക്കും RSSനും 10 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPMന്റെ നേതൃത്വം ആരായിരിക്കണം, കോൺഗ്രസിന്റെ നേതൃത്വം ആരായിരിക്കണം, അത് ഇന്ത്യ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയം കോൺഗ്രസിനും CPMനും ഉണ്ടാവുള്ളൂ. അല്ലാതെ പിണറായി വിജയൻ അതാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മൾ അവരിൽ UDFൽ നിന്നും LDFൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഇന്നത്തെ പ്രത്യേകിച്ച് ക്രിസ്മസ് സമയത്തുള്ള ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിനെതിരെ RSSും ബജരംഗും നടത്തിയ ആക്രമണങ്ങൾ BJPയുടെ ഏറ്റവും വലിയ എന്താണ് ഔട്ട്സൈഡ് ഹെൽപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളായിരുന്നു. അത് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ 10 എന്നുള്ളത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ചുകൊണ്ട് വിവിധ ക്രിസ്ത്യൻ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാം, BJPയിലേക്ക് പോയ സവർണ ക്രിസ്ത്യൻ വോട്ട് UDFിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇരിങ്ങാലക്കുടക്കാരൻ, തൃശ്ശൂർക്കാരൻ, കൊടുങ്ങല്ലൂർക്കാരൻ, ഇവരെല്ലാം ബന്ധങ്ങളുള്ള ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ഇടതുപക്ഷത്തിനുള്ള ഏറ്റവും വലിയ പുതിയ വെല്ലുവിളിയും അത് തന്നെയാണ്. കോൺഗ്രസിലേക്ക് തിരിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ വന്നിരിക്കുന്നു, കോട്ടയമടക്കം. എന്നാൽ ഈഴവ വോട്ടുകൾ വെള്ളാപ്പള്ളിയുടെ പേരിൽ കോട്ടയത്തോ കൊല്ലത്തോ അല്പം ആലപ്പുഴ ഒഴിച്ച് എവിടെയും വന്നിട്ടില്ല. ഇതാണ് പുതിയ സാമൂഹ്യ യാഥാർത്ഥ്യം. LDFന് ഈഴവ വോട്ടുകൾ എവിടെയും വന്നിട്ടില്ല. മാണിക്ക് പുതിയ വോട്ടുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ BJPയിലേക്ക് പോയ UDF വോട്ടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDFന് തിരിച്ചു വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾ ഏകമനസ്സോടുകൂടി UDFന് വോട്ട് ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെ, ഈ മെഗാ ഫാക്ടേഴ്സിനെ മറികടക്കാൻ LDFന് എന്താണ് കയ്യിലുള്ളത് എന്നാണ് ഇടതുപക്ഷ അനുഭാവിയായ എന്നെ വ്യാകുലം. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ ഈ വെള്ളാപ്പള്ളിക്ക് അപ്പുറം വല്ല തുറുപ്പ് ഷീട്ടും ഉണ്ടോ? ആ തുറുപ്പ് ഷീട്ട് പരാജയപ്പെട്ട തുറുപ്പ് ഷീട്ടാണ്. വെള്ളാപ്പള്ളി തന്നെ താങ്കൾ പറഞ്ഞ പോലെ കാലുകൾ 2 വള്ളത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ തുറുപ്പ് ചീട്ട് അത്രയും എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ അടുത്ത 2-3 മാസം നമുക്ക് വളരെ ക്രിട്ടിക്കലായിരിക്കും. ഇതിൽ നമ്മൾ നോക്കി ഇരുന്ന് കാണേണ്ട ഒരു സിറ്റുവേഷനാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.